1000 ആൾക്കാരിൽ ലൈക്ക് 2% എന്ന് പറയുന്ന സമയത്ത് 20 ക്ലിക്സ് നമുക്ക് കിട്ടുന്നുണ്ട് ഒരു സീസൺഡ് ഡിജിറ്റൽ മാർക്കറ്റർക്ക്. അല്ലാത്ത ഡിജിറ്റൽ മാർക്കറ്റർക്ക് 5 ക്ലിക്സാണ് കിട്ടുന്നത്. ഞങ്ങൾ റീസെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഓർഗാനിക് ബോഡി വാഷ് ആൻഡ് ബോഡി ലോഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ മനസ്സിലാക്കിയത് കുറേ ആളുകൾ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആളുകൾ കാർട്ടിലോട്ട് ആഡ് ചെയ്യാണ്ട് പോവാണ്. ഞങ്ങൾ സിമ്പിൾ കാര്യം ചെയ്തത് ആ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു. ഐ മീൻ ലൈക്ക് എക്സാക്ട്, കാരണം ഓർഗാനിക് ആണ്, അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് ലിസ്റ്റ് ഉള്ളത് കുറച്ചും കൂടെ വിഷ്വലൈസേഷൻ അവിടെ കൊടുത്ത സമയത്ത് കുറച്ചും കൂടെ കാർട്ടിലോട്ട് ആഡ് ചെയ്യുന്ന കൂടി ഒരു 40% ഒക്കെ എന്തായാലും കാർട്ട് അബാൻഡൻമെന്റ് ഉണ്ടാവും. ഇറ്റ് ഡിപ്പെൻഡ്സ് അഗൈൻ. അപ്പോൾ കാർട്ട് അബാൻഡൻമെന്റ് ലെറ്റ്സ് നിങ്ങൾക്ക് 60% ആണെങ്കിൽ അതെങ്ങനെ 50%-ലോട്ട് കൊണ്ടുവരാം, അതെങ്ങനെ 40%-ലോട്ട് കൊണ്ടുവരാൻ. വിന്നർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലോട്ട് കൂടുതൽ സ്പെൻഡ് പോകും. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ദി അതർ ക്രിയേറ്റീവ് വോണ്ട് ഗെറ്റ് എനി സ്പെൻഡ്. അതർ ക്രിയേറ്റീവ്സിനും കിട്ടും. ഇത് ഓട്ടോമാറ്റിക് റീടാർഗറ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യും. സീസൺഡ് ഡിജിറ്റൽ മാർക്കറ്ററും നോർമൽ ഡിജിറ്റൽ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? 10 lakhs നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു സീസൺഡ് ഡിജിറ്റൽ മാർക്കറ്റർ ആണെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ മേക്ക് 35 lakhs ആൻഡ് ദി അതർ വൺ ക്യാൻ മേക്ക് 20 lakhs. ഡിഫറൻസ് എന്താ വെച്ചാൽ ഇതൊരു ഫണൽ അപ്രോച്ച് ആയിരിക്കും നമ്മൾ ചെയ്യുക. ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സീസൺഡ് ഡിജിറ്റൽ മാർക്കറ്റർ ആണെന്നുണ്ടെങ്കിലും അല്ല ഒരു നോർമൽ ഡിജിറ്റൽ മാർക്കറ്റർ ആണെങ്കിലും ടോപ്പ് ഫണൽ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പം ലെറ്റ്സ് നിങ്ങൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ലെറ്റ്സ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ ആള് ഇപ്പൊ ഒരു ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്യാണ്. മേ ബി ഒരു മാർക്കറ്റ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് തന്നെ റിയൽ എസ്റ്റേറ്റിൽ ഒരു ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്യാണ്. അതുപോലെ ഒരു 10 year എക്സ്പീരിയൻസ് ഉള്ള സീസൺഡ് ഡിജിറ്റൽ മാർക്കറ്റർ ഒരു ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്യാണ്. ഇവരുടെ 2 പേരുടെ CPM നോക്കിക്കഴിഞ്ഞാൽ കോസ്റ്റ് പെർ 1000 ഇംപ്രഷൻസ് നോക്കിക്കഴിഞ്ഞാൽ സെയിം ആയിരിക്കും. ഇവിടെ 100 rupees ആണെങ്കിൽ ഇവിടെ 100 rupees ആയിരിക്കും. ചിലപ്പോൾ CTRൽ ഒരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ടോപ്പ് ഫണല് നിങ്ങൾ കാരണം ഈ CPM ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ മാർക്കറ്റാണ് ബിഡിങ്ങിനനുസരിച്ചുള്ളത്. ഹൈലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ആണെങ്കിൽ ഹൈ CPM ഉണ്ടാവും. അപ്പം CPM ഒരു കറണ്ട് മാർക്കറ്റിന്റെ CPM ലെറ്റ്സ് 200 rupees ആണെന്നുണ്ടെങ്കിൽ അത് ഏത് മാർക്കറ്റർ, ഒരു എൻട്രി ലെവൽ മാർക്കറ്റർ, 1 year എക്സ്പീരിയൻസ് മാർക്കറ്റർ, 10 year എക്സ്പീരിയൻസ് മാർക്കറ്റർ ടാർഗറ്റ് ചെയ്യുന്ന സമയത്തും ഞങ്ങൾക്ക് എല്ലാവർക്കും വരുന്ന 1000 ആൾക്കാരെ കാണിക്കാനുള്ള കോസ്റ്റ് സെയിം ആയിരിക്കും. പക്ഷേ ഈ 1000 ആൾക്കാരിൽ നിന്ന് മാക്സിമം ക്ലിക്സ് കിട്ടും. അപ്പോൾ ടോപ്പ് ഫണൽ മെട്രിക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ CPC, CTR ഈ ഫിഗറൊക്കെ ഉണ്ട്. ഞാൻ ഔട്ട് ബൗണ്ട് ലിങ്ക് ക്ലിക്ക് ത്രൂ റേറ്റ് ആണ് പറയുന്നത്. ഈ ലൈക്സ് കമന്റ്സ് ആ ക്ലിക്ക് എടുക്കുന്നില്ല, ജസ്റ്റ് ഔട്ട് ബൗണ്ട് നമ്മളെ കോൾ ടു ആക്ഷൻ വെബ്സൈറ്റിലോട്ട് വരിക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇവർ പ്രോപ്പറായിട്ട് ഓക്കെ 0.5% CTR എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഈ 0.5% സ്പ്ലിറ്റ് ടെസ്റ്റ് ചെയ്യും മൾട്ടിപ്പിൾ ക്രിയേറ്റീവ്സ് വെച്ചിട്ട്. ഇപ്പം ഒരു ക്രിയേറ്റീവ് A, B, C, D യൂസ് ചെയ്ത് അപ്പോൾ ന്റെ ക്ലിക്ക് ത്രൂ റേറ്റ് 1% ആണ്. അപ്പോൾ ഈ സിയുടെ ക്ലോസ് വേരിയേഷൻസ് പിന്നെ പബ്ലിഷ് ചെയ്യും. അങ്ങനെ ഡബിൾ ഡൗൺ ചെയ്യും, ഹൈപ്പോത്തിസിസ് ഫോം ചെയ്യും. ഇപ്പോൾ C വർക്ക്ഔട്ട് ആവാൻ കാരണം ഇതായിരുന്നു. അപ്പോൾ ആ റീസൺ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്പിൾ വേരിയേഷൻസ് നോക്കും. അപ്പോൾ അതിലൊരു വിന്നറെ കാണും, അതിൻ്റെ മൾട്ടിപ്പിൾ വേരിയേഷൻ നോക്കും, അതിൻ്റെ വിന്നറെ കാണും. അങ്ങനെ നമ്മൾ 0.5 CTR ഒരു 2% CTRലോട്ട് വരും. ഇവിടെ ഒരു ഡിഫറൻസ് നോക്ക്. ഒരു സീസൺഡ് ആണെങ്കിൽ 2% CTR കിട്ടും, മറ്റേ ആൾക്ക് 0.5%. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആണ്. 1000 ആൾക്കാരിൽ ലൈക്ക് 2% എന്ന് പറയുന്ന സമയത്ത് 20 ക്ലിക്സ് നമുക്ക് കിട്ടുന്നുണ്ട് ഒരു സീസൺഡ് ഡിജിറ്റൽ മാർക്കറ്റർക്ക്. അല്ലാത്ത ഡിജിറ്റൽ മാർക്കറ്റർക്ക് 5 ക്ലിക്സാണ് കിട്ടുന്നത്. അപ്പോൾ സെക്കൻഡ് ലെവലിൽ തന്നെ ഹ്യൂജ് ഡിഫറൻസ് വന്നു. നിങ്ങൾ 1000 ആൾക്കാരെ കാണിച്ച് 2 ആൾക്കാർ 1000 കാണിച്ചു. പക്ഷേ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് 5 ക്ലിക്കേ കിട്ടുന്നുള്ളൂ, മറ്റാൾക്ക് 20 ക്ലിക്ക് കിട്ടി. ഇത് ക്ലിക്ക് മാത്രമാണ് വരുന്നത്. ക്ലിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു അഗൈൻ സീസൺഡ് ആണെന്നുണ്ടെങ്കിൽ ലാൻഡിങ് പേജിൽ എത്തുന്നതിന് മുന്നേ ഈ 20 ക്ലിക്കിൽ എത്ര ആൾക്കാർ ലാൻഡിങ് പേജിലോട്ട് എത്തിയെന്ന് നോക്കും. ചിലപ്പോൾ ലാൻഡിങ് പേജ് സ്പീഡ് കൂടുതലാണ്. പല റീസൺസ് ഉണ്ട്. ഒന്ന് നിങ്ങളുടെ റെസ്പോൺസീവ് അല്ല വെബ്സൈറ്റ്, അതൊരു റീസണാണ്. ലൈക്ക് മൊബൈൽ ഫോണിലോട്ട് പ്രോപ്പറായിട്ട് കമ്പ്യൂട്ടറിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, മൊബൈലിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു റീസണാണ്. ആൾക്കാർ ക്ലിക്ക് ചെയ്തിട്ട് ലോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ബാക്കൗട്ട് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ 20 ആൾക്കാരിൽ എത്ര % ആൾക്കാർ നമ്മളെ വെബ്സൈറ്റിലോട്ട് എത്തി നോക്കും. അതിനുശേഷം ഞങ്ങൾ സ്ക്രോൾ ഡെപ്ത് നോക്കും, എൻഗേജ്മെന്റ് നോക്കും, ആവറേജ് സെഷൻസ് പെർ സെഷൻ ലെങ്ത് നോക്കും, ആവറേജ് പേജസ് പെർ സെഷൻസ് നോക്കും, അതുപോലെ തന്നെ ഡെഡ് ക്ലിക്സ് നോക്കും, റേജ് ക്ലിക്സ് നോക്കും, ക്വിക്ക് പാക്സ് നോക്കും. ഇതൊക്കെ മിഡിൽ ഫണൽ മെട്രിക്സ് ആണ്. ഇതിന് ഒരുപാട് ടൂൾസ് ഉണ്ട്, ഫ്രീ ടൂൾസ്. ലെറ്റ്സ് നമ്മൾ മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി തന്നെ ഒരുപാട് ടൂൾസ് ഉണ്ട്. അപ്പോൾ ടോപ്പ് ഫണൽ മെട്രിക്സ് നമുക്ക് ഡെഫിനറ്റ്ലി എവിടെ നിന്ന് കിട്ടും? പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടും. CPC, CTR, CPM ഈ ഫിഗേഴ്സ് ഒക്കെ കിട്ടും. ഇനി വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹുക്ക് റേറ്റും ഹോൾഡ് റേറ്റും കൂടെ നോക്കും. അപ്പോൾ ഇതാണ് ടോപ്പ് ഫണൽ മെട്രിക്സ്. ഈ ടോപ്പ് ഫണലിൻ്റെ ആകെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഗുഡ് ഈസ് യുവർ ആഡ് ടു ഗെറ്റ് പീപ്പിൾ ടു വിസിറ്റ് യുവർ website or to click basically engage with your ad. അത് ക്ലിക്ക് ആയിരിക്കാം. ക്ലിക്ക്
ഹൗ ഗുഡ് ആർ യു ഏബിൾ ടു അട്രാക്ട് പീപ്പിൾ ആൻഡ് ഗെറ്റ് ദം ഇൻ ടു യുവർ വെബ്സൈറ്റ്. അത്ര ടോപ്പ് ഫണലുള്ളൂ. ഓക്കെ, ചിലപ്പോൾ ഒരു സാധാ മാർക്കറ്റർ ഓക്കെ ഇതാണ് ഫേസ്ബുക്കിൽ നിന്ന് തരുന്നത്, അത് മാത്രമേ ട്രാക്ക് ചെയ്യുള്ളൂ. വെബ്സൈറ്റിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഫുൾ ഇൻട്രാക്ഷൻസ് ഉണ്ടല്ലോ, എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ഏരിയാസ് ആണ് ഇമ്പോർട്ടൻസ്, എൻ്റർ ഹീറ്റ് മാപ്സ് നോക്കും, ഓക്കെ, സ്ക്രോൾ മാപ്പ് നോക്കും. അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഈ വെബ്സൈറ്റിലുള്ള മേ ബി ചെക്കൗട്ട് പ്രോസസ്സിലായിരിക്കാം ആളുകൾ ഡ്രോപ്പ് ഓഫ് ആയി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ചെക്കൗട്ട് പ്രോസസ്സ് സ്മൂത്തൻ ചെയ്യും. മേ ബി എല്ലാം പെർഫെക്റ്റ് ആയിരിക്കാം. ചിലപ്പോൾ പ്രൈസ് 1500 ഉള്ള 1000 ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൺവേർഷൻസ് കിട്ടും. അപ്പോൾ ഞങ്ങൾ ഓഫേഴ്സ് ടെസ്റ്റ് ചെയ്യും. ഓക്കെ, പേജിലുള്ള കോൾ ടു ആക്ഷൻസിൻ്റെ ബട്ടൻ്റെ പൊസിഷൻ ടെസ്റ്റ് ചെയ്യും. FAQs കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. കാരണം ഇതൊക്കെ നമ്മൾ യൂസർ ഇൻട്രാക്ഷൻസ്, യൂസർ ബിഹേവിയർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്താ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ നമ്മളെ വെബ്സൈറ്റ് ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു സെൽഫ് ഗൈഡഡ് ആണ്. അവർ വെബ്സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ആരും പറഞ്ഞിട്ട് എന്താ നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെ ചോദിച്ചിട്ട് നാവിഗേറ്റ് ചെയ്യാനില്ല. അത് അവർ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെൽഫിൽ നിന്ന് മറ്റൊരു ഷെൽഫിലേക്ക് പോകുന്ന പോലെ പ്രൊഡക്റ്റുകൾ നാവിഗേറ്റ് ചെയ്യാനും അതിലെന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഞങ്ങൾ റീസെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഓർഗാനിക് ബോഡി വാഷ് ആൻഡ് ബോഡി ലോഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ മനസ്സിലാക്കിയത് കുറേ ആളുകൾ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആളുകൾ കാർട്ടിലോട്ട് ആഡ് ചെയ്യാണ്ട് പോവാണ്. ഞങ്ങൾ സിമ്പിൾ കാര്യം ചെയ്തത് ആ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു. എക്സാക്ട്, കാരണം ഓർഗാനിക് ആണ്, അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് ലിസ്റ്റ് ഉള്ളത് കുറച്ചും കൂടെ വിഷ്വലൈസേഷൻ അവിടെ കൊടുത്ത സമയത്ത് കുറച്ചും കൂടെ കാർട്ടിലോട്ട് ആഡ് ചെയ്യുന്നത് കൂടി. എന്നിട്ട് കാർട്ട് ആഡ് ചെയ്തിട്ട് കാർട്ട് അബാൻഡൻമെൻറ്റിൻ്റെ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് നോക്കും. അപ്പം ലെറ്റ്സ് ഒരു ജനറലി ഒരു 40% ഒക്കെ എന്തായാലും കാർട്ട് അബാൻഡൻമെൻറ്റ് ഉണ്ടാവും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഒക്കെ. അപ്പോൾ കാർട്ട് അബാൻഡൻമെൻറ്റ് ലെറ്റ്സ് നിങ്ങൾക്ക് 60% ആണെങ്കിൽ അതെങ്ങനെ 50%-ലോട്ട് കൊണ്ടുവരാം, അതെങ്ങനെ 40%-ലോട്ട് കൊണ്ടുവരാം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചെക്കൗട്ട് പ്രോസസ്സിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഓഫറിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ചെക്കൗട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വരുന്നൊരു ബിഗ്ഗസ്റ്റ് ചലഞ്ച് RTO ആണ്, റിട്ടേൺ ടു ഒറിജിൻ. അത് ഡിജിറ്റൽ മാർക്കറ്റർക്ക് അത്രയും ഒരു ഹോൾഡ് അതിലില്ല. അതിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി കുറേ കൊടുത്തു കഴിഞ്ഞാൽ RTO കൂടും. പക്ഷെ എന്നാലും ഡിജിറ്റൽ മാർക്കറ്റർക്ക് ഒരു അത് പ്രൊജക്റ്റ് ടു പ്രൊജക്റ്റ് വേരി ചെയ്യും. അപ്പം ഒരു പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ RTO കുറക്കാൻ പറ്റും എന്നുള്ളൊരു റഫ് ഐഡിയ അവിടെ ഉണ്ടാവും. അപ്പോൾ അതൊരു ഫുൾ ഫണൽ സ്ട്രാറ്റജിയാണ്. ഒരു സാധാരണ ആൾ ജസ്റ്റ് കോസ്റ്റ് പെർ ലീഡ് എത്രയാണ് ചെക്ക് ചെയ്യുന്നത്, അതുപോലെ ഓക്കെ ജനറലി എന്താ ചെക്ക് ചെയ്യുക, ഒരു 3 വർഷം അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച ആൾ തന്നെ ചെക്ക് ചെയ്യാൻ പോകുന്ന സാധനം എത്രയാണ് എൻ്റെ CPC, എത്രയാണ് എൻ്റെ CPM, മേ ബി CTR ചെക്ക് ചെയ്യും. അല്ലാണ്ട് ചെക്ക് ചെയ്യുന്ന സാധനം എത്രയാണ് എൻ്റെ ROAS, എത്രയാണ് എൻ്റെ മേ ബി ടാർഗറ്റ് CPA എത്രയാണെന്നുള്ളത്, കോസ്റ്റ് പെർ ആക്ഷൻ ഓർ കോസ്റ്റ് പെർ സെയിൽ ഓർ കോസ്റ്റ് പെർ വെബ്സൈറ്റ് പർച്ചേസ്. കാരണം ഇത് രണ്ട് ടേമാണ് ഗൂഗിൾ ആഡ്സിലും മെറ്റ ആഡ്സിലും. ഇതാണ് ചെക്ക് ചെയ്യുക. സോ നമ്മൾ ഇതിൽ റൈറ്റ് ഫ്രം ഇംപ്രഷൻ ടു ക്ലിക്സ് ദെൻ ആ ഒരു ട്രസ്റ്റ് ബിൽഡിങ് എൻറ്റയർ ഫണൽ മാപ്പ് ഔട്ട് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഓരോ സ്റ്റേജിലുള്ള ഡ്രോപ്പ് ഓഫ് മിനിമൈസ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഇതുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഡ്രോപ്പ് മിനിമം ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് മാക്സിമം ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിളിലോട്ട് തന്നെ പോവാണ്. 20 ക്ലിക്കും 5 ക്ലിക്കും തമ്മിലുള്ള ഡിഫറൻസ് 4 ടൈംസ് ഡിഫറൻസ് ആണ്. അപ്പം ഈ 5 ക്ലിക്ക് രണ്ടാൾക്കും ഒരു 1% കൺവേർഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ 5 ക്ലിക്ക് കിട്ടിയ ആൾക്ക് 100 ക്ലിക്കിൽ ഒരു കൺവേർഷൻ ഉണ്ടാവുള്ളൂ. ഇവിടെ ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കും 1% കൺവേർഷനാണ്. അപ്പോൾ ജസ്റ്റ് നോക്കുക, ഈ 1000 ആൾക്കാരെ കാണിക്കുമ്പോൾ 5 ക്ലിക്കാണ് കിട്ടുന്നത്. അപ്പോൾ അവർക്ക് 100 ക്ലിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഏകദേശം 20,000 ആൾക്കാരെ കാണിക്കണം ഈ ഫസ്റ്റ് പറഞ്ഞ ആളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ 1000 ആൾക്കാരിന് പിന്നെ നമുക്ക് കിട്ടുന്നത് 20 ക്ലിക്കാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100 ക്ലിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വെറും 5000 ആൾക്കാരെ കാണിച്ചാൽ മതി. അപ്പോൾ സെയിം മാർക്കറ്റിൽ ഇവിടെ 20,000 ആൾക്കാരെ കിട്ടുന്ന റിസൾട്ട് ഈ ഒരു സീസൺഡ് മാർക്കറ്റർക്ക് 5000 ആൾക്കാരിൽ ആ റിസൾട്ട് കിട്ടും. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഇവിടെ സാച്ചുറേറ്റ് ആവും. എൻ്റയർ മാർക്കറ്റ് ഒരു 10 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ 20,000 വെച്ചിട്ട് 10 ലക്ഷം പെട്ടെന്നാവും. ഇവിടെ 5000 നിന്നാണ് നമുക്കൊരു കൺവേർഷൻ, പിന്നെ ഒരു 5000 നിന്ന് വേറെ കൺവേർഷൻ എന്നുള്ള രീതിയിൽ പോകും. നമുക്ക് ലാസ്റ്റ് പോഡ്കാസ്റ്റിൽ വന്നൊരു ഡൗട്ട് ഉണ്ട്. നമുക്ക് ക്രിയേറ്റീവ് ടെസ്റ്റിംഗ് നടത്തുമ്പോൾ ബജറ്റ് ഈക്വലി സ്പെൻഡ് ആവാത്ത ക്രിയേറ്റീവ്സിൽ അതെങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്? ഓക്കെ, ഇത് ബേസിക്കലി നമ്മളെ ആ ഡൗട്ട് വെരി വാലിഡ് ആണ്. അതായത് ഒരു ആഡ് സെറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് ഒരു ക്രിയേറ്റീവ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിലോട്ടൊരു ക്രിയേറ്റീവ് പുതുത് വരുന്ന സമയത്ത് ഇതിനൊരു ഹെഡ് സ്റ്റാർട്ട് ഓൾറെഡി ഉണ്ടല്ലോ. അപ്പം ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹ്യൂജ് ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഓൾറെഡി 1 വീക്ക് റൺ ചെയ്തു എന്നിട്ട് അതിലോട്ട് ഒരു പുതിയ ക്രിയേറ്റീവ് ആഡ് ചെയ്യുന്നത് സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം 1 വീക്ക് റൺ ചെയ്ത് അതിൽ എത്രയും ഡാറ്റാസ് വരുന്നുണ്ട്. നിങ്ങളൊരു CPO എൻവിറോൺമെൻറ്റിൽ റൺ ചെയ്യുന്ന സമയത്ത്
ഇത് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, CBO എൻവറോൺമെന്റിൽ ചിലപ്പോൾ ഇന്നലത്തെ ടോപ്പ് പെർഫോമർ ആയിരിക്കണം എന്നില്ല ഇന്നത്തെ ടോപ്പ് പെർഫോമർ. ജസ്റ്റ് ഒരു ഡേ വൈസ് ബ്രേക്ക് ഡൗൺ എടുത്ത് നോക്കുക. CBO എൻവറോൺമെന്റിലാണെന്നുണ്ടെങ്കിൽ ഒരു ലാസ്റ്റ് 7 ഡേയ്സിൽ മൺഡേയിൽ ഏതായിരുന്നു ടോപ്പ് പെർഫോമിങ്, ട്യൂസ്ഡേയിൽ ഏതായിരുന്നു ടോപ്പ് പെർഫോമിങ്, ഇത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പോൾ CBO എൻവറോൺമെന്റിന്റെ വേറൊരു CBOയിൽ ABOയിൽ ഇത് അപ്ലിക്കബിൾ ആണ്. നമ്മളൊരു 10 ക്രിയേറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ കുറേ ആളുകൾ വിചാരിക്കുന്നത് ഈ 10 ക്രിയേറ്റീവിൽ വിന്നർ അതാണ്, വിന്നറിലോട്ട് എൻ്റയർ സ്പെൻഡ് പോകുന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല ഇത് വർക്ക് ചെയ്യുന്നത്. 10 ക്രിയേറ്റീവിൽ ഒരു വിന്നർ ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി ഈ വിന്നറിൻ്റെ ഒരു കൺവേർഷൻ പോയിന്റ് ഉണ്ടാവും. അത് ഒരു ക്യാമ്പയിനിൽ ഒരു 10 ക്രിയേറ്റീവ് ഉണ്ടെങ്കിൽ മറ്റെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ക്രിയേറ്റീവായിട്ട് ആരെങ്കിലും ഇൻട്രാക്ട് ചെയ്താൽ പിന്നെ സെക്കൻഡ് ക്രിയേറ്റീവ് കാണിക്കും, തേർഡ് ക്രിയേറ്റീവ്. അപ്പോൾ ഇത് സർക്കുലേഷനിലാണ് പോകുന്നത്. ഒരു വിന്നർ ഡസൻ ഗെറ്റ് എവറി സ്പെൻഡ് അങ്ങനെയാണ് വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ മേ ബി മിസ്റ്റേക്കൺ. വിന്നർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലോട്ട് കൂടുതൽ സ്പെൻഡ് പോകും. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ദി അതർ ക്രിയേറ്റീവ് വോണ്ട് ഗെറ്റ് എനി സ്പെൻഡ്. അതർ ക്രിയേറ്റീവ്സിനും കിട്ടും. ഇത് ഓട്ടോമാറ്റിക് റീടാർഗറ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യും. ഫസ്റ്റ് ഒരു ആഡ്, പിന്നെ പെർഫോം ചെയ്യാത്ത ആളാണെങ്കിലും അതും ഡെലിവറി പോകും. പിന്നെ ഫേസ്ബുക്കിന് വരെ ഡൈവേഴ്സിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ. മറ്റേത് എന്താ വെച്ചാൽ ഒരു ഫ്രീക്വൻസി 4 ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ആഡ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരാഴ്ച ഒരു യൂസർ സെയിം ആഡ് 4 പ്രാവശ്യം കാണും. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ആഡ് സെറ്റിൽ 4 ആഡ് ഉണ്ട്, ചിലപ്പോൾ ഒന്ന് അണ്ടർ പെർഫോമർ ആണ്. പക്ഷെ ഒരു ഫേസ്ബുക്ക് അനലൈസ് ചെയ്യാണ്, ഓക്കെ ഓൾറെഡി ഒരു ആഡ് മൾട്ടിപ്പിൾ ടൈം കണ്ടു, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ പെർഫോമൻസ് കുറഞ്ഞ ആഡ് ഒന്ന് പുഷ് ചെയ്യും. അതൊരു അഡീഷണൽ ടച്ച് പോയിന്റ് ആയിട്ട്. ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ നമുക്ക് ആഡ് സീക്വൻസ് ചെയ്യാൻ പറ്റും. ഒന്ന് കണ്ടാൽ അടുത്ത 2 കാണാം, 3 കാണാം, 4 കാണാം എന്നുള്ളത് ഇത് ഗൂഗിളിൽ കുറെ കാലമായിട്ട് ഉണ്ടായിരുന്നു. ഇത് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അത്ര എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നീട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഫണൽ സ്റ്റേജസ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മേ ബി ഒരു ആഡ് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, ഒരാൾ ലൈക്ക് ഒന്ന് അവയർനെസ്സിനാണ്, ഒന്ന് ഇൻട്രസ്റ്റിനാണ്, ഒന്ന് ഡിസയറിനാണ്, ഒന്ന് ആക്ഷൻ ആണെന്ന് നിങ്ങളെ ക്രിയേറ്റീവ് അങ്ങനെ സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ അത് എഫക്റ്റീവ് ആവും. ഓക്കെ. ക്രിയേറ്റീവ് അങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ലെറ്റ്സ് റിയൽ എസ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ബാക്കി ഇൻവെസ്റ്റ്മെന്റിനേക്കാളും ബെറ്റർ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കലി സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട്. ആ ക്യാമ്പയിൻ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു അവയർനെസ് വന്നല്ലോ. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആൾക്ക് ഹി ഹാസ് മെയ്ഡ് എ ഡിസിഷൻ ദാറ്റ് ഐ എം ഗോൺ ഇൻവെസ്റ്റ് ഇൻ റിയൽ എസ്റ്റേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇൻ വിച്ച് പ്രോപ്പർട്ടി വിത്ത് വിച്ച് ബിൽഡർ. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ബിൽഡറിനെ പുഷ് ചെയ്യാം. അപ്പം ആദ്യം ഈ പ്രോബ്ലം പറയണം, അതായത് ഇൻവെസ്റ്റ്മെന്റിന് ദിസ് ഈസ് എ ഗുഡ് ഓപ്ഷൻ, നോട്ട് ബെസ്റ്റ് ഓപ്ഷൻ ആണെന്നില്ല, ദിസ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. അതിനുശേഷം നമ്മൾ ആ ഒരു കറക്റ്റ് ജേണി തന്നെയാണ് പ്രോബ്ലം സൊല്യൂഷൻ ജേണി. ആ പ്രോബ്ലം ആയിട്ട് നമ്മൾ അജിറ്റേറ്റ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ സൊല്യൂഷനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് റിയൽ എസ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിൽഡറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പിന്നെ ഒരു പ്രോപ്പർട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പിന്നെ അതിൻ്റെ ടെസ്റ്റിമോണിയൽ ലൈക്ക് വേറെ ആളുകൾ അവിടെ എടുത്തിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് അവരുടെ എക്സ്പീരിയൻസ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് ഒരു ലോങ് സെയിൽസ് സൈക്കിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ വർക്ക്. ഓക്കെ ഫൈൻ.